ശ്രീ കൃഷ്ണദാസ, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ. ചേലക്കരയിലും വയനാട്ടിലും നല്ല മത്സരം കാഴ്ചവെക്കാനായി എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവിൽ നിങ്ങൾക്കുണ്ടാകുമല്ലോ. പക്ഷേ പോളിംഗ് ശതമാനത്തിലെ കുറവ് സ്വാഭാവികമായും ഈ മണിക്കൂറുകളിലെ ചർച്ച അതായി മാറുന്നുണ്ട്. എങ്ങനെയാണ് ബി ജെ പി കാണുന്നത്? 2014 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തിൽ നിന്ന് 2019 വലിയ കുതിച്ചുചാട്ടമുണ്ടായ ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ 10 വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്തുണ്ടാകും എന്ന് കണക്കാക്കിയിരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസമില്ലാതെയാണ് LDFും UDFും എല്ലാം ആ മണ്ഡലത്തിൽ വോട്ട് നേടാനുള്ള സാഹചര്യം ഉണ്ടായത്. BJPക്ക് ഏതാണ്ട് 9% വോട്ടാണ് ആ സമയത്ത് കിട്ടിയത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വേറൊരു അഭയകേന്ദ്രമില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ പാർലമെന്റിൽ എത്തണമെങ്കിൽ കേരളത്തിലെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം അത് വയനാടാണ് എന്ന് കണ്ട് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നു. അതിനെ തുടർന്ന് ആ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന സാഹചര്യം ഉണ്ടായി. ആ വോട്ട് ചെയ്യാൻ ആളുകൾ വന്നത് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞ് ഭൂരിപക്ഷം കൂട്ടാനുള്ള ശ്രമം നടന്നു. നിർഭാഗ്യവശാൽ LDFിനെ സംബന്ധിച്ച് ആ സമയത്ത് LDFിന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവരുടെ LDFും UDFും ഒരുമിച്ച് പിന്തുണക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാഹചര്യം എന്ന് ഞാൻ പറയാൻ കാരണം, അതിന് മുൻപുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. ആ സ്ഥാനാർത്ഥിക്ക് വലിയ കുറവ് വോട്ടിന്റെ കാര്യത്തിലുണ്ടായി. 13%-ലധികം വോട്ടുകളെന്ന് LDFിന് അതിനു മുൻപിലത്തേക്കാൾ കുറവുണ്ടായി. UDFിന് 23% വോട്ട് കൂടി 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. പക്ഷെ നമ്മൾ കാണുന്നത് ഏതാണ്ട് 4.5 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷത്തോടുകൂടി അന്ന് രാഹുൽ ഗാന്ധിയെ LDFും UDFും എല്ലാം കൂടി ചേർന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചപ്പോ അതിന്റെ തൊട്ടടുത്ത് 24-ൽ നടന്ന കഴിഞ്ഞ രാഹുൽ ഗാന്ധി രാജിവെച്ചു പോയി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5.5% വോട്ട് ശതമാനം കുറയാനുള്ള സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3.5 ലക്ഷമായി കുറഞ്ഞു. ഏകദേശം 75,000-80,000 വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രീതിയുണ്ട് എന്ന് പറഞ്ഞ വയനാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്പൊ ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോഴത്തേക്കും ആകെയുള്ള ഇപ്പോഴുള്ള വോട്ടിംഗ് ശതമാനം തന്നെ ഏതാണ്ട് അതിനു മുൻപിലത്തേക്കാൾ 16%-ലധികം താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് 2024-ൽ 4 മാസം മുൻപ് കിട്ടിയ വോട്ടിനേക്കാൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 11-12% വോട്ടുകൾ ടോട്ടലായി കുറഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും എല്ലാം പേര് പറഞ്ഞ് കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകമുണ്ടല്ലോ, അവർ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രചരണം, അതെല്ലാം വയനാട്ടിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ്. BJP വിരുദ്ധതയാണ് ഈ ചേലക്കരയിലും വയനാട്ടിലും പാലക്കാട്ടും എല്ലാം കഴിഞ്ഞ 2-3 മാസ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? BJP വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ LDFും UDFും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനവും അതോടൊപ്പം തന്നെ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷവും ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും BJPക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോ നിങ്ങളുടെ ഇന്നത്തെ ഇൻട്രോയിൽ എഴുതി കാണിക്കുന്ന തെരഞ്ഞെടുപ്പും വ്യാജ വാർത്തകളും എന്നുള്ളതാണല്ലോ. BJPക്കെതിരായി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് ഒരു കേന്ദ്രമായി രണ്ട് മുന്നണികൾ മാറിയിരിക്കുകയാണ്. അത് എല്ലാ മണ്ഡലത്തിലും, അത് വയനാട്ടിലാണെങ്കിലും പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും ആ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് BJPക്കെതിരായി. അതിന്റെ ഒരു കേന്ദ്രമായി കേരളത്തിന്റെ രാഷ്ട്രീയം മാറുന്നു എന്നതിൽ ഞങ്ങൾക്ക് വേവലാതി ഒന്നുമില്ല. BJPക്ക് വയനാട്ടിലാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടത്തിലെ അസംബ്ലി നോക്കിയാലും പാർലമെന്റ് നോക്കിയാലും വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടോ പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ആകെയുള്ള പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും BJPയുടെ വോട്ടിനെ അത് ബാധിക്കാനേ പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അതുപോലെ തന്നെ വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഘട്ടത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഏതാ? ഒന്ന്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ LDFിന് ജയിക്കണമെങ്കിൽ, LDFിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിജയത്തിന് സാധ്യതയൊരുക്കണമെങ്കിൽ
UDF-ന്റെ സഹായം വേണം എന്നുള്ള സാഹചര്യത്തിലൊക്കെ മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ LDF-നെ സഹായിക്കാൻ UDF വന്നില്ലെങ്കിൽ എങ്ങനെയാണ് പാലക്കാട് ആ സ്ഥാനാർത്ഥി മാറുന്ന പാർട്ടി സ്ഥാനാർത്ഥി അല്ലാത്ത ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു LDF രാഷ്ട്രീയം UDF-നെ കൂടി ചേർത്ത് നിർത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി മറ്റൊരു ശരി വിഷയം, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ കേരളത്തിൽ LDF ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാട് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട്. അതേസമയം തന്നെ ഒരു വലിയ വിഭാഗം ഈ തരത്തിൽ നിയമസഭയ്ക്കകത്ത് പ്രമേയം കൊണ്ടുവന്ന് UDF-ന്റെ കൂടി പിന്തുണയോട് കൂടി ചേർന്ന് ഈ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എടുത്തിട്ടുള്ള പ്രമേയമുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമമാറ്റ അമെന്റ്മെന്റിനെ സംബന്ധിച്ച് ഉള്ള നിയമസഭയുടെ പ്രമേയം. അല്ല, ഞാൻ അവസാനിപ്പിക്കാൻ. ആ വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിൽ രണ്ട് മുന്നണികളും ഒറ്റക്കെട്ടാണ്. പ്രത്യേകിച്ച് അതിൽ LDF എടുത്തിട്ടുള്ള നിലപാട് അത് തീവ്ര ചിന്താഗതിയുള്ള ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് വലിയ പിന്തുണ നൽകുന്ന തരത്തിലാണ് അവർ കണക്കാക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തീർച്ചയായും പക്ഷെ അങ്ങനെ ഒരു പാലക്കാട് നിലപാട് അടക്കമുള്ള എടുത്തിട്ടില്ല മണ്ഡലങ്ങളിൽ എന്നതുകൂടി ഞാൻ അങ്ങയുടെ അത് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പാലിക്കും. മുനമ്പത്തെ ഒരു മനുഷ്യരെയും കുടിയിറക്കില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും. ഞാൻ മടങ്ങി വരാം.